सुनो, इसको ऊपर कर लेना यहाँ से, इसको खींच लो। यहाँ से लेके खाली कर दो। जारी रखना है सबका। अरे हटा ले, लाल सलाम, लाल सलाम। पीछे हो जाओ, पीछे हो जाओ। लाल सलाम, लाल सलाम। थोड़ा पीछे हो जाओ, पीछे हो जाओ। Please salute, let's salute, let's salute you all. गोपिका के पास प्लीज ये साइड खाली कर दो। Please salute, let's salute, let's salute you all. La 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 salam. लाल सलाम, लाल सलाम, लाल सलाम, लाल सलाम। La 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 salam. लाल सलाम, लाल सलाम, लाल सलाम, लाल सलाम। Rachitaram ko lal salam. लाल सलाम, लाल सलाम, Rachitaram ko lal salam. लाल सलाम, लाल सलाम। Please salute, let's salute, let's salute to comrade. Please salute, let's salute, let's salute you, comrade. Please salute, let's salute, let's salute to comrade. Please salute, let's salute, let's salute you, comrade. Rachitaram ko lal salam. लाल सलाम, लाल सलाम, Rachitaram ko lal salam. लाल सलाम, लाल सलाम। La la la. മൃതദേഹം പൊതുദർശനത്തിനായി JNU ക്യാമ്പസിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. മുദ്രാവാക്യം വിളികളോടെ വിപ്ലവം, ജീവിത വിപ്ലവം, എൻ അന്ത്യവിപ്ലവാശംസ സഖാവേ എന്ന് ഏറ്റുപറയുകയാണ് JNUവിലെ നിരവധി SFIയുടെയും അതോടൊപ്പം തന്നെ മറ്റ് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തകർ, പാർട്ടി പ്രവർത്തകർ, സഖാക്കൾ, സുഹൃത്തുക്കൾ. ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച വാഗ്മിയായ, ഏറ്റവും മികച്ച ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായ സീതാറാം യെച്ചൂരിക്ക് JNU അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇടിമുഴക്കങ്ങളായി പ്രതിധ്വനിച്ച JNUവിൻ്റെ ക്യാമ്പസിലേക്ക് അദ്ദേഹം അവസാനമായി എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ, കൂടെ പഠിച്ചിരുന്നവർ, അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരായ JNUവിൽ എത്തിയിരുന്നവരൊക്കെ തന്നെ അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണുവാനായി അവസാനമായി ആ JNU ക്യാമ്പസിലേക്ക് എത്തിച്ചേരുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശരത്ചന്ദ്രൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. ശരത്ചന്ദ്രൻ, അവിടെ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യങ്ങൾ ഒരുപക്ഷെ നേരത്തെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞതുപോലെ JNUവിൻ്റെ ചരിത്രത്തിലില്ലാത്ത ഒരു മടങ്ങിവരവ്, ഒരു തരത്തിൽ ഒരു വിദ്യാർത്ഥിക്കും കിട്ടാത്ത, ഒരു മുൻ വിദ്യാർത്ഥിക്കും കിട്ടാത്ത തരത്തിലുള്ള വീരോചിതമായ ഒരു അന്ത്യാഞ്ജലി അതിന് JNU തയ്യാറായിരിക്കുന്നു. ഒരുപക്ഷെ ചരിത്രം തിരുത്തി കുറിക്കുകയാണ് JNUവിൻ്റെ വിദ്യാർത്ഥികൾ, തലമുറകൾ വീണ്ടും വീണ്ടും ഉറക്കെ പറയുകയാണ് റെഡ് സല്യൂട്ട് കോമ്രേഡ് സീതാറാം യെച്ചൂരി എന്ന്. എന്താണ് ഇപ്പോൾ അവിടെ ആരൊക്കെയാണ് അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്? എത്ര സമയം അവിടെ ഇനി ഈ പൊതുദർശനമുണ്ടാകും? സിജു, ഞാൻ പറയുന്നത് കേൾക്കാനാകുമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മളുടെ വാചകങ്ങളെ അപ്രസക്തമാക്കും വിധമാണ് ഈ വിദ്യാർത്ഥി സമൂഹം സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യമേകാൻ ആവേശകരമായി ഒത്തുകൂടുന്നത്. JNUവിൻ്റെ ചരിത്രം തിരുത്തി മാറ്റുകയാണ്, തിരുത്തി കുറിക്കുകയാണ്. JNUവിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു പൂർവ്വ വിദ്യാർത്ഥി, രാജ്യം ആദരവോടെ കാണുന്ന ഒരു ദേശീയ നേതാവ്, CPIMൻ്റെ ജനറൽ സെക്രട്ടറി, JNUവിൻ്റെ മാത്രമല്ല ഇന്ത്യൻ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ വിദ്യാർത്ഥി സമര പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ ഇന്നേ വരെ എഴുതപ്പെട്ടിട്ടില്ലാത്ത വിധം അത്യപൂർവമായ, അത്യുജ്വലമായ ഒരു ഏട്, ഒരു ഭരണാധികാരിയെ വിചാരണ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തി, അതായിരുന്നു സീതാറാം യെച്ചൂരി. ആ യെച്ചൂരിക്കാണ് JNUവിൻ്റെ റെഡ് സല്യൂട്ട്. JNU ക്യാമ്പസ് അന്തിമോപചാരം അർപ്പിക്കുകയാണ്.
1977 ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന രാജ്യത്തെ ഏകാധിപതി അധികാരപ്രമത്തതയുടെ ആൾരൂപത്തിന് നേരെ ഇന്ദിരാഗാന്ധിയെ വീട്ടിലെത്തി കുറ്റവിചാരണ ചെയ്ത ആ വിദ്യാർത്ഥി നേതാവ് അതേ ധീരതയോടെ അതേ കരുത്തോടുകൂടി ഇന്ന് ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തെ നയിച്ച സീതാറാം യെച്ചൂരി, അദ്ദേഹത്തിന് വീരോചിതമായ ഒരു മടക്കം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇടിമുഴക്കങ്ങളായി JNU ക്യാമ്പസുകളിൽ മുഴങ്ങിക്കേട്ട 1970 കാലഘട്ടങ്ങൾ രാജ്യചരിത്രത്തിൽ തന്നെ നിർണായകമായ സംഭവവികാസങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു ഏട്. ആ ഏടിൻ്റെ നേതൃത്വം വഹിച്ച സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന അന്നത്തെ വിദ്യാർത്ഥി നേതാവ്, ഒരുപക്ഷെ പിന്നീട് വന്ന കലാലയ രാഷ്ട്രീയത്തെ മുഴുവൻ സർഗാത്മകവും സംവാദാത്മകവും സമരതീഷ്ണവുമാക്കി തീർത്ത ആ ഉജ്ജ്വല പോരാളിക്ക് JNU ക്യാമ്പസ് ഒരിക്കൽ കൂടി വിട നൽകുകയാണ്. JNUവിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു മുൻ വിദ്യാർത്ഥിക്ക് അദ്ദേഹത്തിൻ്റെ അന്തിമോപചാരം അർപ്പിക്കാൻ, ഒരു മുൻ വിദ്യാർത്ഥിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ അവസരം നൽകിയ ഒരു ചരിത്രം. JNUവിൻ്റെ ചരിത്രത്തിലില്ലാത്ത ഒരു പുതിയ ചരിത്രത്തിനു കൂടി സീതാറാം യെച്ചൂരി ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. JNU എന്ന് പറയുന്ന ക്യാമ്പസ്, ആ ക്യാമ്പസിൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിലേക്ക് വളർന്നു വരാൻ ആ JNU എന്ന് പറയുന്ന മൂശയിൽ പരുവപ്പെടുത്തിയെടുത്ത രാഷ്ട്രീയ ബോധ്യം, കമ്മ്യൂണിസ്റ്റ് എന്ന തരത്തിൽ ഉറച്ച പ്രത്യയശാസ്ത്ര ദൃഢതയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി, ഒരു മാർക്സിസ്റ്റ് സൈദ്ധാന്തികനായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നയിക്കാൻ ഉജ്ജ്വല വാഗ്മിയായി, ഉജ്ജ്വല സംഘാടകനായി മാറിത്തീർന്ന സീതാറാം യെച്ചൂരിക്ക് എല്ലാവിധ അനുഭവങ്ങളും ഒരുക്കിക്കൊടുത്ത JNU എന്ന് പറയുന്ന ക്യാമ്പസ്, ആ ക്യാമ്പസ് പിന്നീട് ഒരുപക്ഷെ ഇന്ത്യയിലെ ആകെ ക്യാമ്പസുകളെ സർഗാത്മകമാക്കാൻ, സമരതീക്ഷ്ണമാക്കാൻ പ്രചോദിതമായ ഒരു നേതാവ്, ആ നേതാവ് അദ്ദേഹത്തിന് വിരോചിതമായ ഒരു അഭിവാദ്യം അർപ്പിക്കാൻ JNU ക്യാമ്പസ് ഒരുങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പിന്നാലെ വന്നവർ, അദ്ദേഹത്തിന് സമപ്രായക്കാർ ആയിരുന്നവർ, അദ്ദേഹത്തിന് മുൻപേ നടന്നു പോയവരൊക്കെ തന്നെ സീതാറാം എന്ന പേര് ഇപ്പോഴും JNUവിൻ്റെ ചരിത്രരേഖകളിൽ വരുംകാലത്തും JNUവിൻ്റെ പേരിനൊപ്പം സീതാറാം എന്ന പേര് കൂടി എഴുതി ചേർക്കപ്പെടുക തന്നെ ചെയ്യും. വീട്ടുകാരുടെ ബാബുവായിരുന്ന, ഏറ്റവും അടുപ്പക്കാരുടെ സീത ആയിരുന്ന, ഇന്ത്യയിലെ മുഴുവൻ പാർട്ടി പ്രവർത്തകരുടെയും സഖാവായിരുന്ന, കോമ്രേഡായിരുന്ന സീതാറാം യെച്ചൂരി, ആ സീതാറാം യെച്ചൂരിക്ക് JNU ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ, പുതിയ വിദ്യാർത്ഥികൾ, പഴയ തലമുറയിലെ വിദ്യാർത്ഥികളൊക്കെ വീരോചിതമായ അന്തിമോപചാരം അർപ്പിക്കുകയാണ്. അല്പം മുമ്പാണ് എയിംസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം JNU ക്യാമ്പസിലേക്ക് എത്തിച്ചത്. ഇവിടെ ക്യാമ്പസിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം 6 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ മൃതശരീരം അദ്ദേഹത്തിൻ്റെ വസന്ത് കുഞ്ചിലെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. നാളെ രാവിലെ 11 മണി മുതൽ 4 മണി വരെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം AKG ഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഇപ്പോൾ AKG ഭവനിലേക്ക് आज हमारे बीच में नहीं है और JNU की जो आंदोलनकारी विरासत है, जो संघर्ष की विरासत है, जिनको उन्होंने आगे तक लेकर यहाँ तक आए हैं, और आज उनका पार्थिव शरीर JNU के अंदर है, तो हम सबको इस चीज़ से ऊर्जा लेने की ज़रूरत है। और साथ ही साथ हम चाहेंगे कि एक एक करके तमाम साथी जो उनके कंटेम्प्रेरी रहे हैं और जो भी साथी यहाँ पर आए हैं वो अपनी श्रद्धांजलि अर्पित करें, और उसके साथ साथ ये ताकत भी यहाँ से लेकर जाएं कि कॉमरेड सीताराम येचुरी को हम भूलेंगे नहीं, उनकी विरासत को, उनके संघर्ष की विरासत को, उनकी ताकत को यहाँ से और पूरी ऊर्जा के साथ आगे सड़कों से लेकर संसद तक हम लड़ेंगे और हर लड़ाई को हम जीतेंगे। तो വിദ്യാർത്ഥി നേതാക്കൾ, പ്രതിനിധികൾ വലിയ തരത്തിലുള്ള സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന അവരുടെ മുൻ വിദ്യാർത്ഥിയെ, വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവിനെ അനുസ്മരിക്കുകയാണ്. CPM के नेता हैं, तो हम चाहेंगे कि वो आए और ओके कम टू പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഇപ്പോൾ സീതാറാം യെച്ചൂരിക്ക് JNU ക്യാമ്പസിൽ അന്തിമോപചാരം അർപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹപാഠികളായിരുന്നവർ, അദ്ദേഹത്തിൻ്റെ പിന്നാലെ വന്നവർ, രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ പാഠഭാഗമായി കണ്ടിരുന്നവർ, ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെയും വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെയും അമരക്കാരനായിരുന്ന സീതാറാം യെച്ചൂരിക്ക് JNU എന്ന ക്യാമ്പസ് വീരോചിതമായ അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.